മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പിണറായിയിലെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് അദ്ദേഹം പാലിക്കുന്നത്. വിജയകുമാർ, മുഖ്യമന്ത്രി നേരത്തെ ഏതാനും മിനിറ്റുകൾ ക്യൂവിൽ നിന്നു. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് അവിടെ എത്തിയത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ്. കാൽനടയായി വന്നു. നേരത്തെ ദീപക് പറഞ്ഞതുപോലെ ആളുകളോടൊക്കെ സംസാരിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ ബൂത്തിലെത്തി ക്യൂ നിന്നു. കുടുംബത്തോടൊപ്പമാണ് എത്തിയത്. അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തും. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും. പല പല വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ചതാണ് ഇ പി ജയരാജൻ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി തീർത്തു കൊടുക്കാമെന്നൊക്കെ BJP മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തണം. ആ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെയുമല്ല, ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഈ ചർച്ചകളാകെ നടത്തിയത് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ രാഷ്ട്രീയ അറിവോടെയാണ്. വിജയകുമാർ, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. പിണറായിയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം കുടുംബസമേതമാണ് പിണറായിയിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. മുഖ്യമന്ത്രി ഇതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് ശ്രദ്ധേയം. സാധാരണഗതിയിൽ വോട്ട് രേഖപ്പെടുത്തിയ പിണറായി വിജയൻ മുഖ്യമന്ത്രി സംസാരിക്കാറുണ്ട്. ഇത് സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് തുടക്കമിട്ട ഇ പി ജയരാജൻ മറുപടി പറഞ്ഞ കെ സുരേന്ദ്രൻ കുറച്ചുകൂടി ആ എരുതിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച എന്ന് പറഞ്ഞാൽ BJP സംസ്ഥാന നേതൃത്വം അറിവോടെയാണ് ഇ പി ജയരാജൻ നീക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താകും? അതൊരു പക്ഷേ ഒരു രോഷാകുലമായ പ്രതികരണത്തിനും ഈ വരും മണിക്കൂറുകളിൽ ഒരു എന്താണ് കേരളം ശ്രദ്ധിക്കുന്ന ഒരു ബൈറ്റൊക്കെ ആകുമോ അത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാര്യം ഈ ദിവസത്തെ ഇന്നലെ പൊടുന്നതിനാണ് ഇ പി ജയരാജൻ്റെ വിഷയം പൊട്ടി വീഴുന്നതും അതങ്ങ് ഡെവലപ്പ് ചെയ്യുന്നതും ഈ ദിവസം ഇലക്ഷൻ ദിവസം മറ്റു വിഷയങ്ങൾക്കപ്പുറം എല്ലാ നേതാക്കളും പറയുന്ന ഒരു വിഷയമായി അത് മാറുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇറങ്ങി വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതമാണ് ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ക്യൂ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ സ്വാഭാവികമായും പ്രതികരണം ആരായും. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇ പി അടക്കമുള്ള വിഷയങ്ങളിൽ എന്താകും പ്രതികരണം എന്നതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നു. കാരണം ഇന്നലെ വൈകിട്ട് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വോട്ടെടുപ്പിൻ്റെ ഒരു വിഷയമായി, ഒരു പ്രധാനപ്പെട്ട വിഷയമായി പൊടുന്നനെ പൊട്ടി വീണ് ആകെ ഡെവലപ്പ് ചെയ്ത് വല്ലാതെ നിൽക്കുന്ന ഒരു വിഷയം ഇ പി ജയരാജന്റെ വിഷയമാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കരുവന്നൂരും ലാവലിനും ഒന്നും സംഭവിക്കാത്തത് ഈ സെറ്റിൽമെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കടുത്തതായി അത് നേരത്തെ പറഞ്ഞ ഒത്തുതീർപ്പ് രാഷ്ട്രീയം നേരത്തെ പറയുന്നതാണ്. ഇന്നലത്തെ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലോടുകൂടി ദല്ലാൽ നന്ദകുമാർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ആ ആരോപണം കൂടുതൽ കടുപ്പിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. അതിനടക്കം ഒരു മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ എന്നുള്ളതാണ്. SKN പിന്നെയും 73 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലാവുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്ത് ക്യൂ നിന്ന് ആളുകൾ മടങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് മന്ദഗതിയിലാവുന്നതാണോ കാരണം? അതോ SKN നേരത്തെ പ്രതിപക്ഷ നേതാവ് CR മഹേഷിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണം കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. എത്ര കോടി രൂപ BJP ഇവിടെ ചെലവഴിച്ചാലും ആളുകൾക്ക് പണം കൊണ്ടുകൊടുത്താലും ഒരാളും അതിൻ്റെ പേരിൽ ഇവിടെ മാറി ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലില്ല. ദയവായി പാവപ്പെട്ടവരൊക്കെ പൈസ മേടിക്കുന്നവരാണെന്നും അവർക്ക് പൈസ കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു തരം സമീപനം അത് BJP ആണ് ഇവിടെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ BJP വലിയ പങ്കുവച്ചിരിക്കുകയാണ്. ഇതൊട്ടും തന്നെ നല്ല പ്രവണതയല്ല. അതവർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും അതിൻ്റെ ഒരു ഫലമായി ഇവിടെ BJPക്ക് അധികമായി വോട്ട് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല, ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ പല ബൂത്തുകളിലും BJP കൗൺസിലർമാരുടെ സ്ഥലത്ത് അവിടെ മുഖ്യമന്ത്രി സംസാരിക്കും. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങളെ അദ്ദേഹം കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അല്പം മുന്നോട്ട് നീങ്ങി നിൽക്കാം, സംസാരിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. വലിയ ചോദ്യങ്ങൾ ഉണ്ടാകും, പ്രതീക്ഷകൾ അദ്ദേഹം ആദ്യം പങ്കുവയ്ക്കും, അതിനുശേഷം ചോദ്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്ത് ആകെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ LDF കൺവീനർ പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലും ഇടത്
തരംഗമാണ് എന്നാണ്. എന്താണ് മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം രാഷ്ട്രീയമായി വലിയ മാധ്യമപ്രവർത്തകരുടെ തിക്കും തിരക്കുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ മൈക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ?